प्यारे छात्रों, नमस्कार। पिछले कक्षा में हमने क्या है पढ़ा? आयाम कलाम के बहाने ഫിലിം ലേഖ്. ഷോർട്ട് ഫിലിമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷോർട്ട് ഫിലിമിലെ നായകൻ ആരാണെന്നും നായകൻ്റെ സ്വപ്നം എന്താണെന്നും എല്ലാം നാം പഠിച്ചു. ഇന്ന് നമുക്ക് പുതിയ ഒരു പാഠഭാഗം പഠിക്കാം. സബ്സെ ബഡെ ഷോമേൻ എന്ന ജീവനിയാണ്. എന്താണ് ജീവനി? ജീവനി എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, ജീവചരിത്രം. जीवनी में किसी व्यक्ति का चरित्र, उसके जीवन की महत्वपूर्ण घटनाएं आदि ചിത്रण होता है. ജീവനിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവവും ഉസ്കെ ജീവൻ കി മഹത്വപൂർണ്ണ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ മഹത്വപൂർണ്ണമായ ഘടനകളും മുതലായവ ചിത്രീകരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സബ്സെ ബഡെ ഷോമാൻ എന്ന ഈ ജീവനിയിൽ ചാർലി ചാപ്ലിയുടെ ജീവിതത്തിലെ മഹത്വപൂർണ്ണ ഘടനകളെയാണ് വിവരിക്കുന്നത്. ഈ പാഠഭാഗം തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് മുझे बारिश में चलना पसंद है, കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. मुझे बारिश में चलना पसंद है, मेरा आंसू जो नहीं देख पाता है कोई. ചാപ്ലിൻ പറയാണ്. എന്താ പറയുന്നത്? ഐ ഓൾവേസ് ലൈക്ക് വാക്കിംഗ് ഇൻ ദ റൈൻ, സോ നോ വൺ ക്യാൻ സീ മീ ക്രൈയിങ്. എന്താണ് പറയുന്നത്? മുझे बारिश में चलना पसंद है, എനിക്ക് മഴയത്ത് നടക്കുന്നതാണ് ഇഷ്ടം. എന്താ കാരണം? മേരെ ആംസു ജോ നഹീം ദേഖ് പാത്താ ഹെ, എൻ്റെ കണ്ണുനീര് ആരും കാണില്ല. എന്തായിരുന്നു ചാർലി ചാപ്ലിയുടെ മുഴുവൻ പേര്? സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നാണ് ചാർലി ചാപ്ലിയുടെ മുഴുവൻ പേര്. 1889 ഏപ്രിൽ 16 അദ്ദേഹം ജനിക്കുന്നത്. ചാപ്ലിൻ വിശ്വക്കെ ബഡെ കലാകാരോമേം ഏക് ഹെ, ലോകത്ത് വലിയ കലാകാരന്മാരിൽപ്പെട്ട ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. വേ ഹാസ്യ അഭിനേത, ഫിലിം നിർദ്ദേശക, സംഗീതജ്ഞ. അദ്ദേഹം ഹാസ്യ അഭിനേതാവായിരുന്നു, സിനിമാ സംവിധായകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു, ഫിലിം നിർമ്മാതാവായിരുന്നു എന്നിങ്ങനെ വിവിധ മേഖലയിൽ പ്രസിദ്ധനായിരുന്നു. അമേരിക്കൻ സിനിമയുടെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിൻ്റെ പ്രാരംഭം മുതൽ മധ്യകാലം വരെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. ഒരു ശിശു കലാകാരനെന്ന നിലയിൽ ആരംഭിച്ച് ഏകദേശം 88 വയസ്സുവരെ അദ്ദേഹം ഈ മേഖലയിൽ സജീവമായിരുന്നു. 1977 ഡിസംബർ 25 ഈ മഹാനായ കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, ദ കിഡ്, ദ സിറ്റി ലൈറ്റ്സ്, ദ സർക്കസ് എന്നിങ്ങനെ അനേകം സിനിമകൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അധ്യയനത്തിനും അതുപോലെ മാനസിക ഉല്ലാസത്തിനുമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചാർലി ചാപ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മൂക സിനിമ ലോകത്തെ വിസ്മയമാക്കിയ ഒരു തൊപ്പിയും മുറിമീശക്കാരനുമായ ചാർലി ചാപ്ലിയാണ്. ഗീത് ചതുർവേദിയാണ് ഈ ജീവനി തയ്യാറാക്കിയിട്ടുള്ളത്. 1977 നവംബർ 27 അദ്ദേഹം മുംബൈയിൽ ജനിക്കുന്നത്. അദ്ദേഹം കവിയും അതുപോലെ ജീവനികാരുമാണ്. ഒന്നാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കാം. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. इस अभद्र शोर ने माँ को स्टेज से हटने के मजबूर कर दिया. चार्ली को वह अक्सर अपने साथ थिएटर ले जाती है. उस दिन भी पर्दे के पीछे गड़े वह आवाज़ के तमाशे को देख रहा था. माँ और मैनेजर में बात होते देख वह वहाँ गया. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था कि और वह उसे स्टेज पर
भेजने की जिद करने लगा। माँ डर गई, 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा। बहुत मुबाहिस के बाद वह अंधदहा चार्ली को स्टेज पर ले गया और बजाव के कुछ शब्द कह उसे अकेला छोड़ आया। दुआम के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन गाना शुरू किया। कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में उस गाने की धुन तलाशते रहे और वह वैसे ही मिली गाना സജനെ ലഗ. ഇത്രയും ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ശബ്ദങ്ങളൊന്ന് നോക്കാം, അതിൻ്റെ അർത്ഥങ്ങളും നോക്കാം. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ആവാസ് ഫട്കർ എന്ന് പറഞ്ഞാൽ ശബ്ദം ഇടറുക, ഫുസ്ഫുസാഡ് എന്ന് പറഞ്ഞാൽ മന്ദസ്വർമേ കഹന നേരിയ ശബ്ദത്തിൽ പറയുക, തബ്ദീൽ ഹോന പരിവർത്തിത് ഹോന ബദൽന, ചില്ലാന എന്ന് പറഞ്ഞാൽ കൂവി വിളിക്കുക, അഭദ്ര എന്ന് പറഞ്ഞാൽ അശുഭകരമായ, മജ്ബൂർ കർ ദിയ എന്ന് പറഞ്ഞാൽ വിവശ് കർ ദിയ നിർബന്ധിതരാകുക, അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും, ബഹസ് എന്ന് പറഞ്ഞാൽ വാദവിവാദ് വാദപ്രതിവാദം, ഛേൽ എന്ന് പറഞ്ഞാൽ സഹിക്കുക, മുബായിസ് എന്ന് പറഞ്ഞാൽ ബഹസ് തർക്ക് വിതർക്ക്. ഇനി ഒന്നാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കാം. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി, ഫുസ്ഫുസാട്ട് എന്നിട്ടോ നേരിയ ശബ്ദത്തിലേക്കത് തബ്ദീൽ ഹോ ഗയി മാറി. ലോകം കി ലഗാക്കി മൈക്ക് കുച്ച് ഖറാബി ഹാ ഗയി. ആളുകൾ കരുതിയത് മൈക്ക് കേട് വന്നു, അല്ലെങ്കിൽ മൈക്കൊക്കെ എന്തോ കംപ്ലൈൻറ്റ് വന്നു എന്നാണ് ആളുകൾ കരുതിയത്. അതായത് ചാർലിയുടെ അമ്മ സ്റ്റേജ് ഷോക്ക് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശബ്ദം ഇടറി, ആളുകൾ കരുതി മൈക്ക് ഖറാബായി. പക്ഷേ പർ ഫുസ്ഫുസാട്ട് ജാരി, പക്ഷേ ആ നേരിയ ശബ്ദത്തിൽ സൗണ്ട് വീണ്ടും തുടർന്നു. ജാരി എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ആയി. ലോക ചില്ലാനയിലേക്ക്, നമുക്കറിയാം ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഗായികയുടെ ശബ്ദം പോയാൽ ആളുകൾ അവിടെ എന്തുണ്ടാക്കും, ബഹളമുണ്ടാക്കും. അതുതന്നെ ഇവിടെയും സംഭവിച്ച് ആളുകൾ നന്നായിട്ട് ബഹളമുണ്ടാക്കി. ചില്ലാന കഹീം സെ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നിക്കൽനെ ലഗെ. പല ഭാഗത്തുനിന്നും ചില ആളുകൾ മ്യാവു മ്യാവു എന്നുള്ള ശബ്ദമൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോറിനെ, ഈ അശുഭകരമായ നിമിഷം മാക്കോ സ്റ്റേജ് സെ ഹട്ടിനേക്കോ മസ്ബൂർ കദിയ, അമ്മയെ സ്റ്റേജിൽ നിന്നും മാറ്റാൻ അവരെന്തായി, നിർബന്ധിതരായി. ഹട്ടിന എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നാണ്. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയെ മിക്കപ്പോഴും അവർ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ലേ ജാനാറിനെ കൊണ്ടുപോവുക എന്നാണ്. അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും. അതായത് ചാർലിയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സായി വേറെ വേറെയാണ് താമസം. ചാർലി അമ്മയുടെ കൂടെയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ വേറെ ആരും ഇല്ലാത്ത ചാർലിയെ അവർ പ്രോഗ്രാമിന് മിക്കവാറും സമയം കൊണ്ടുപോകാറുണ്ടായിരുന്നു. उस दिन भी पर्दे के पीछे गड़े व आवाज़ के तमाशों को देख रहा था. ആ ദിവസം ആ കർട്ടൻ്റെ പുറകെ നിന്നുകൊണ്ട് ആ ശബ്ദം അവനൊരു തമാശയായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. മാ അവർ മാനേജർ മേം ബഹസ് ഹോത്തേ ദേക്ക് വഹാം ഗയ. അമ്മയും മാനേജറും തമ്മിലുള്ള തർക്കം കണ്ടിട്ട് അവൻ അങ്ങോട്ട് വന്നു. മാനേജറിനെ ചാർലി കോ മാ കെ കുച്ച് ദോസ്തോം കെ സാമനെ അഭിനയ കർത്തേ ദേക്കാ ഹെ. മാനേജറാണെങ്കിൽ ചാർലിയുടെ അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ ചാർലി അഭിനയിക്കുന്നത് കണ്ടിരുന്നു. വ ഉസേ സ്റ്റേജ് പർ ഭേജനെ കി ജിദ് കർണേ ലഗ. അവർ മാനേജർ എന്ത് ചെയ്തു, ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ എന്തായി, നിർബന്ധിച്ചു. മാ ഡർ ഗയി, അമ്മക്ക് പേടിയായി. കാരണം എന്താ, 5 സാൽ കാ ബച്ചാ ഹെ. ചാർലിക്ക് എത്ര വയസ്സ്, 5 വയസ്സായിട്ടുള്ളൂ. ഈസ് ഉഗ്ര വീട്, നല്ല ആൾക്കൂട്ടമുണ്ട്, വീടുണ്ട്, നല്ല തിരക്കുണ്ട്. ചേൽ പായക, ഈ തിരക്കൊക്കെ അവന് സഹിക്കാൻ കഴിയുമോ എന്നായി അമ്മയുടെ ഭയം. ബഹുത്ത് മുബായിസ് കെ ബാദ് വ അന്തതഹ ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. ഒരുപാട് തർക്ക വിതർക്കങ്ങൾക്ക് ശേഷം അവസാനം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बजाव के कुछ शब्द का उसे अकेला छोड़ाया. അങ്ങനെ മാനേജർ പ്രോഗ്രാം നടത്തുകയാണ്. ആളുകളൊക്കെ വിളിച്ച് ടിക്കറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ്
ചാർലിയെ ഒറ്റക്ക് സ്റ്റേജിൽ വിട്ടിട്ട് വന്നു. ധുആൻ കെ ഉഡ്തേ ഹുയെ ചെല്ലോം കെ ബീച്ച്, പുകകൾ ഉയരുന്ന ആ ചെല്ലോം കെ ബീച്ച്, ചെല്ലം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള പുകകൾ ഇങ്ങനെ ഉയരുന്നതിൻ്റെ ഇടയിലൂടെ മഷൂർ ഗീത്, വളരെ പ്രസിദ്ധമായ ഒരു പാട്ട് ആരുതാണ്, ജാക്ക് ജോൺസിൻ്റെ ഒരു പാട്ട് അവൻ പാടാൻ ഗാന ശുരു കിയ, ആരംഭിച്ചു. കുछ देर तक ഓർക്കസ്ട്ര വാല ഉസ്കി ആവാസ് മേ ഉസ് ഗാന കി ധുൻ തലാസ്തെ രഹേ. കുറച്ച് സമയം ആ ഇൻസ്ട്രുമെൻസൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഓർക്കസ്ട്രക്കാരൊക്കെ എന്തായി, ഈ പാട്ടിൻ്റെ ഈണം അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് തിരഞ്ഞ് കൊണ്ടേയിരുന്നു. തലാസ്തെ രഹേ, തിരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ വൈസഹീമില് എങ്ങനെയോ കിട്ടി അത്. ഗാനാ സജനയിലേക്ക് അങ്ങനെ പാട്ടെന്തായി, വളരെ ശോഭിച്ചു, വളരെ നന്നായി പാടി ചാർലി. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഇവിടെ 2 ചോദ്യമാണ് ടെക്സ്റ്റ് ബേസിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ഇസ് അഭദ്ര ഷോറിനെ മാക്കെ സ്റ്റേജ് സെ ഹട്ടനേക്ക് മജ്ബൂർ കർ ദിയ, ഈ അശുഭകരമായ നിമിഷം അമ്മയെ സ്റ്റേജിൽ നിന്നും മാറ്റാൻ അവരെന്തായി, നിർബന്ധിതരായി എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഉസ് സമയം മാക്കി ഹാലത്ത് കൈസി ഹോഗി, ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളാണ് ആ അമ്മയുടെ സ്ഥാനത്ത് എന്ന് നോക്കുക. നമ്മളെ സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുകയാണ്, മേള നടക്കുകയാണ്. മേളയിൽ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ശബ്ദം ഇടറി അല്ലെങ്കിൽ പാട്ട് മറന്നുപോയി. ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ടാവും, പേടി തോന്നും അല്ലേ, വിഷമം തോന്നും, പിന്നെ നമുക്കൊരു അപമാനം ഒക്കെ തോന്നും. അത് തന്നെ നമ്മളൊന്ന് നന്നാക്കി എഴുതിയാൽ മതി. ഇവിടെ ചാർലിക്ക് മാ ഏക്ക് ഗായിക और അഭിനേത്രി थी, ചാർലിയുടെ അമ്മ എന്ന് പറഞ്ഞ ഒരു ഗായികയും അഭിനേത്രിയായിരുന്നു. ഗായൻ അവർ അഭിനയ് ഉസ്ക ജീവനോപായി ത, പാട്ട് പാടുക, അഭിനയിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിത മാർഗം. ये भी नहीं उसका गायन व अभिनय देखकर ताली बजाते लोग अब उसके साथ अभद्र व्यवहार करते हैं. അതുമാത്രമല്ല അവരുടെ പാട്ടും അഭിനയവും കണ്ട് ഇക്കാലം അത്രയും കൈയടിച്ചവരാണ് ഇപ്പോൾ മോശമായി പെരുമാറുന്നത് അല്ലേ. ഇസ്ലിയെ വ ഉസ് സമയം ആ ദുഃഖ്, ആ സമയത്ത് അമ്മക്ക് വളരെ ദുഃഖവും വേദനാസെ പീഡിത ഹോകെ, വളരെ എന്തുണ്ടാവും, വളരെ ആ സമയം വലിയ വിഷമവും ദുഃഖവും അവർക്ക് ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 5 साल का चार्ली स्टेज पर अकेला था, उस समय चार्ली ने क्या सोचा होगा. 5 വയസ്സായ ചാർലി സ്റ്റേജിൽ ഒറ്റക്കാണ് അല്ലേ. ആ സമയം ചാർലി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക എന്നാണ് പറയുന്നത്. ചാർലിനെ ഐസ സോച്ച ഹോഗ, ചാർലി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എങ്ങനെ, മാക്കോ ക്യാ ഹുവാ ഹോഗ, എൻ്റെ അമ്മക്ക് എന്തു പറ്റിയതാകും. ഇസ് ബഡി ഭീഡ് കെ സാമനെ സ്റ്റേജ് പർ മുझे ക്യോം ഛോഡ് ദിയ, ഈ വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ എന്തുകൊണ്ടായിരിക്കും എന്നെ തനിച്ചാക്കി പോയത്. മാ ദുഃഖി ഹെ, അമ്മയാണെങ്കിൽ വളരെ സങ്കടത്തിലാണ്. ഇസ്ലിയെ കിസി ഭി തരഹ ചില്ലാത്തെ ലോഗോം കെ ശാന്ത് കർണ ഹെ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ബഹളമുണ്ടാക്കുന്ന ഈ ആൾക്കൂട്ടത്തെ എന്ത് ചെയ്യണം, ഒരു ശാന്തമാക്കണം എന്നായിരിക്കും അവൻ കരുതിയിട്ടുണ്ട്. ഇത്രയും ഭാഗം എടുത്തുകൊണ്ട് ഈ ഒരു ചാർലി ചാപ്ലിൻ്റെ ഒന്നാമത്തെ പാർട്ട് അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.